2014 മുതൽ 2019 വരെയുള്ള എൻ്റെ ലോകസഭാ അംഗമെന്ന നിലയിലെ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2014 മുതൽ 2017 വരെ 3 വർഷക്കാലം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായി പ്രവർത്തിച്ച സന്ദർഭമാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ 2 കാര്യങ്ങളിൽ വളരെ വ്യക്തമായും ശക്തമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഒന്ന്, നോട്ട് റദ്ദാക്കിയത്. മറ്റൊന്ന്, GST വന്ന ക്രമീകരണങ്ങൾ. ഈ 2 കാര്യത്തിലും പാർലമെൻറ്റിനകത്തും പാർലമെൻറ്റിന് പുറത്തും അതുപോലെ തന്നെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ മീറ്റിങ്ങുകളിലും വളരെ ശക്തമായ ഒരു സമീപനം ഞങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞു. ഒരു പരിധിവരെ അന്നെടുത്ത സമീപനം ശരിയായിരുന്നുവെന്ന് പിന്നീട് കാലം തെളിയിക്കുകയുണ്ടായി. PSC ഞാൻ ഇരുന്ന കാലഘട്ടത്തിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയെയും അതുപോലെ തന്നെ ഞങ്ങളെ സഹായിക്കുന്ന അക്കൗണ്ട്സ് ജനറലിനെയും ഫലപ്രദമാക്കുന്നതിനും കൂടുതൽ ശക്തമാക്കുന്നതിനും ഞങ്ങൾ പ്രവർത്തിക്കുകയുണ്ടായി. PSCയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സംസ്ഥാനങ്ങളിലെ PSC ചെയർമാൻമാരുടെ ഒരു ത്രിദിന കോൺഫറൻസ് പാർലമെൻറ്റ് അനക്സിൽ വിളിച്ചു കൂട്ടിയത്. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സ്പീക്കറാണ്. വളരെ വിശദമായ ആഴത്തിൽ 3 ദിവസം ചർച്ച നടന്നു. ആ ചർച്ചയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ പിന്നീട് PSCയുടെ പ്രവർത്തനങ്ങൾക്ക് വഴികാട്ടിയായി മാറുകയുണ്ടായി. ഒന്ന്, ഞങ്ങൾ പറഞ്ഞത് PSCയുടെ ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നത് ഒരു ക്ലോസ്ഡ് ചേംബറിലാണ്, വേറെ ആർക്കും പ്രവേശനമില്ല. PSCയുടെ ചർച്ചകൾ പങ്കെടുക്കാൻ വരുന്ന ഉദ്യോഗസ്ഥന്മാർ അവർ പ്രതിജ്ഞ എടുക്കണം. അങ്ങനെ പ്രതിജ്ഞയെടുത്ത് PSC ചർച്ചകളിൽ പറയുന്ന ആളുകൾ പങ്കെടുക്കുന്നവർ അത് പുറത്ത് പറയാൻ പാടില്ല. അതുകൊണ്ട് പലപ്പോഴും PSCയുടെ ചർച്ചകൾക്ക് ഒരു രഹസ്യ സ്വഭാവം വരികയാണ്. അപ്പോൾ ഞങ്ങൾ ഈ കോൺഫറൻസിൽ ചൂണ്ടിക്കാണിച്ചത് പാർലമെൻറ്റിൽ ചർച്ചകൾ നടക്കുമ്പോൾ അത് പൊതുസമൂഹത്തിന് അറിയാൻ കഴിയും. അതിന് കാരണം മാധ്യമങ്ങളെ ആ ചർച്ചകൾ കേൾക്കാൻ അവർക്ക് അവസരം കൊടുക്കുന്നു എന്നുള്ളതാണ്. പൊതുസമൂഹത്തിന് വിസിറ്റേഴ്സ് ഗാലറിയിൽ വന്ന് പാർലമെൻറ്റിലെ ചർച്ചകൾ കേൾക്കാൻ കഴിയും. പാർലമെൻറ്റിൻ്റെ ഒരു ഭാഗം എന്ന നിലയിൽ, അതിൻ്റെ ഒരു സന്താനം എന്ന നിലയിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിക്കും ഈ വിശാലമായ സ്വാതന്ത്ര്യം നൽകണം. PSCയിൽ നടക്കുന്ന ചർച്ചകൾ നടക്കുമ്പോൾ പത്രപ്രവർത്തകർ വന്നിരുന്നോട്ടെ, പൊതുജനങ്ങൾ വന്നിരുന്നോട്ടെ. പാർലമെൻറ്റിലെ പോലെ എന്തെങ്കിലും ഒരു കാര്യം പബ്ലിഷ് ചെയ്യരുതെങ്കിൽ അത് സ്പീക്കറുടെ ഉത്തരവാദിത്തം എന്നതുപോലെ PSCയുടെ ചെയർമാൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അത് പുറത്തു പോകരുത് എന്ന് കർക്കശമായി പറയാം. അതിന് പകരം അത് പൂർണ്ണമായി ഒരു രഹസ്യ അറയായി മാറ്റുന്നത് ജനാധിപത്യത്തിന് ഗുണകരമല്ല. ഞാൻ ഇന്നും PSC ചെയർമാനായിരുന്ന കാലഘട്ടത്തിലെ ഒരു സംഭവം ഓർമ്മ വരുന്നുണ്ട്. എനിക്ക് പഞ്ചാബിലെ ഒരു കർഷകൻ ഒരു കത്തയച്ചു. ആ കത്തിൽ അദ്ദേഹം പറഞ്ഞത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും അദ്ദേഹം ഒരു കടമെടുത്തു കാർഷിക ആവശ്യത്തിന് വേണ്ടി. പക്ഷേ ചില പ്രകൃതി ദുരന്തങ്ങൾ മൂലം കൃഷി നന്നായില്ല, തിരിച്ചടക്കാൻ കഴിഞ്ഞില്ല. ബാങ്ക് അദ്ദേഹത്തിൻ്റെ സ്വത്ത്, വീടും മറ്റ് സ്വത്തുക്കളും അവർ കൈയെടുത്ത് അവർ ലേലത്തിൽ വിളിച്ചു. അദ്ദേഹത്തിന് അതിനേക്കാൾ പരാതിയുള്ളത് ഇങ്ങനെ ലേലത്തിൽ വിറ്റതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ സഹിതം ഒരു സ്റ്റോറിയായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പത്രങ്ങളിൽ കൊടുത്തു. അത് അദ്ദേഹത്തിന് വലിയൊരു ഷോക്കായിരുന്നു. അതേപോലെ ഞാനൊരു അഭിമാനിയായ കർഷകനാണ്. കാർഷിക മേഖലയിൽ ലാഭവും നഷ്ടവും ഉണ്ടാകും. നഷ്ടം വന്നപ്പോൾ ബാങ്ക് നടപടിയെടുത്തതിലല്ല എനിക്ക് പരാതി, എനിക്ക് സമയം തരാമായിരുന്നു. ബാങ്ക് ജപ്തി ചെയ്തതിന് ശേഷവും എനിക്കെതിരായിട്ട് പ്രതികാര മനോഭാവം പോലെ പത്രത്തിൽ വാർത്ത കൊടുത്തത് ഒരു കർഷകൻ എന്ന നിലയിൽ എനിക്ക് എൻ്റെ അഭിമാനത്തെയാണ് ബാധിക്കുന്നത്. എനിക്ക് ആ കത്ത് ഒരു ടച്ചിങ് കത്തായിരുന്നു. ഞാൻ ആ കത്ത് അന്നത്തെ SBIയുടെ ചെയർപേഴ്സണ് അയച്ചു കൊടുത്തു. ഇതൊക്കെ നിങ്ങൾ മറുപടി പറയണം, എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം. അവരൊരു ശക്തിയായ ഒരു ചെയർപേഴ്സണാണ് SBIയുടെ. അവർ മറ്റാരും ഇടപെടുന്ന ഇഷ്ടമുള്ള ഒരാളല്ല. അവരെനിക്ക് ഉടനെ റിപ്ലൈ അയച്ചു, ഇത് PSCയുടെ ചുമതലയിൽ പെരുന്നതല്ല. ആർക്കെങ്കിലും ഞങ്ങൾ ആൻസർ കൊടുക്കണമെങ്കിൽ അത് ബാങ്കിങ് സെക്ടർ, പാർലമെൻറ്റിൻ്റെ ബാങ്കിങ് സെക്ടർ പരിശോധിക്കുന്ന ഫൈനാൻസ് കമ്മിറ്റിയുടെ മുമ്പിലേ ഞങ്ങൾക്ക് ചെയ്യുന്ന കാര്യമുള്ളൂ. അതുകൊണ്ട് ഇതിന് മറുപടി തരാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് സത്യത്തിൽ അല്പം ഒരു നാണവും വിഷമവും തോന്നി. നമ്മളൊരു കത്തയച്ചിട്ട്, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഒരു കത്തയച്ചിട്ട് ഒരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ പോലൊരു സ്ഥാപനത്തിൽ നിന്ന് ഇങ്ങനെ ഒരു നിഷേധാത്മകമായ മറുപടി വന്നത് എനിക്ക് വലിയ ദുഃഖത ഉണ്ടായി. ഞാൻ എൻ്റെ കൂടെ നാരായണൻ എൻ്റെ സെക്രട്ടറിയാണ്, വളരെ പരിചയസമ്പന്നനാണ്. വർഷങ്ങളായി പാർലമെൻറ്റിൽ വന്നിട്ട് ഞാൻ നാരായണനെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, നാരായണ
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയർമാനിൽ നിന്നൊരു മറുപടി വന്നിട്ടുണ്ട്. ഇത് നമ്മളെ അപമാനിക്കുന്ന മറുപടിയാണ്. ഒരു കർഷകൻ്റെ നീറുന്ന പ്രശ്നം അത് പരിഹരിക്കണം, അതിനെന്താണ് ഭാവിയിൽ അതുപോലെ മറ്റുള്ളവർക്ക് ഉണ്ടാവരുത് എന്ന താല്പര്യത്തോടെ നമ്മൾ ഈ കത്തയച്ചത്. ഇതൊരു നെഗറ്റീവായിട്ടാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാറേ അവർ പറഞ്ഞത് ശരിയാണ്, അവർ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ മുമ്പിൽ വരേണ്ട കാര്യമില്ല, അവർ വരേണ്ടത് ബാങ്കിങ് സെക്ടർ നോക്കുന്ന ഫൈനാൻസ് കമ്മിറ്റിയുടെ മുമ്പിലാണ്. പക്ഷേ PSC ആയതുകൊണ്ട് അവർക്ക് വരാമായിരുന്നു. ഞാൻ എന്താ നാരായണ മാർഗം, നമ്മൾ അതിൻ്റെ അകത്ത് വീണ് പോയില്ലേ? അദ്ദേഹം പറഞ്ഞ മാർഗമുണ്ട്. സാറിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സനെ വിളിക്കാൻ അധികാരമില്ലെങ്കിലും സാറിന് റിസർവ് ബാങ്ക് ഇന്ത്യയുടെ ചെയർമാനെ വിളിക്കാൻ അധികാരമുണ്ട്. സാറ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ കത്തയക്കൂ, വരാനായിട്ട് പറയും. അതിൻ്റെ അകത്തൊരു വിഷയം ഇതാക്കൂ. ആ റിസർവ് ബാങ്ക് ചെയർമാൻ വന്നാൽ SBIയുടെ ചെയർമാൻ മാത്രമല്ല മറ്റെല്ലാ ദേശവൽക്കൃത ബാങ്കുകളിലും ചെയർമാൻമാർ സാറിൻ്റെ ഈ ഓഫീസിന് മുമ്പിൽ കാണാൻ ക്യൂ നിൽക്കും. അതുകൊണ്ട് സാറ് വേറെ ഒന്നും നോക്കാനില്ല, റിസർവ് ബാങ്ക് ഗവർണർക്ക് നോട്ടീസ് അയച്ച് അദ്ദേഹം വരുത്തുക. അങ്ങനെ ഞാൻ അന്നത്തെ റിസർവ് ബാങ്ക് ഗവർണറെ വിളിപ്പിച്ചു, വിവിധ കാര്യങ്ങൾ ചർച്ച ചെയ്തു. അപ്പോഴാണ് ഞങ്ങൾ വളരെ സുപ്രധാനമായ ഒരു കാര്യം കണ്ടത്. നമ്മുടെ ദേശവൽക്കൃത ബാങ്കുകളുടെ കിട്ടാക്കടം NPA അത് അന്ന് 11 ലക്ഷം കോടി രൂപയാണ്. അതുമാണ് ഇത്ര വിശദമായി ഇങ്ങനൊരു NPA ഉണ്ട്, കിട്ടാക്കടമുണ്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. ഇതൊന്നും ഒരു വിധത്തിൽ ഞങ്ങളുടെ ആ കണ്ടെത്തലാണ് നോട്ട് റദ്ദാക്കുന്നതിന് പ്രധാനമന്ത്രി പേരിപ്പിച്ചു എന്ന് തോന്നുന്നു. പിന്നെ ബാങ്കുകളുടെ പ്രവർത്തനങ്ങൾ കുറേ കൂടി സുതാര്യമാക്കുന്ന നടപടികളെടുത്തും അതിനുശേഷം വേണം. അപ്പോൾ റിസർവ് ബാങ്ക് ഗവർണറോട് ഞാൻ പറഞ്ഞു, ഈ പഞ്ചാബിലെ ഇഷ്യൂ, ഈ കർഷകൻ്റെ വേദന, അദ്ദേഹം പറഞ്ഞു അത് പരിശോധിക്കാം. ഇത്തരം നമ്മൾ കടം കൊടുക്കുമ്പോൾ ഈ കർഷകരെ പോലെയുള്ള താഴെ തട്ടിലുള്ള ആളുകൾ അവരോട് കുറച്ചുകൂടി മാന്യമായി പെരുമാറണം. വൻകിട വ്യവസായികളോടും വാണിജ്യ നടത്തുന്നവരോടും പെരുമാറുന്നത് പോലെ അല്ല കർഷകരോട് പെരുമാറേണ്ടത്. അവർ സാധാരണക്കാരാണ്, നാടിൻ്റെ നട്ടെല്ലാണ്. അതുകൊണ്ട് ഞാൻ സമീപനം എടുക്കാം. എനിക്ക് തോന്നുന്നു ആ ഒരു അനുഭവം, അങ്ങനെ ഒരു തീരുമാനം വിളിക്കാൻ കഴിഞ്ഞത്, റിസർവ് ബാങ്ക് ഗവർണറെ വിളിച്ച് ഈ പ്രശ്നം കാതലായ ഈ പ്രശ്നം അവതരിപ്പിക്കാൻ കഴിഞ്ഞത് പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ഈ കിട്ടാക്കടം വരുമ്പോൾ കർഷകരെ പോലെയുള്ള ആളുകൾ, സാമ്പത്തികമായി താഴെ തട്ടിലുള്ള ആളുകൾ, അവരോട് കുറച്ചും കൂടി മൃദുലമായ സമീപനവും, വൻകിട ബിസിനസ്സുകാർ മനഃപൂർവ്വം ബാങ്കിനെയും സർക്കാരിനെയും ജനങ്ങളെയും തട്ടിക്കുന്ന ആളുകൾ, അവർക്കെതിരായിട്ട് അതിരൂക്ഷമായ നടപടിയെടുക്കണം എന്ന സമീപനമുണ്ടായത് പിന്നീട് ഈ എടുത്തൊരു നടപടിയുടെ പശ്ചാത്തലത്തിലാണ് ഞാൻ മനസ്സിലാക്കിയത്.